കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ മാണി ഗ്രൂപ്പിൻ്റെ ജോസ് കെ മാണിയാണ്. പക്ഷേ ജോസ് കെ മാണി പറയുന്നതിന് അപ്പുറത്തേക്ക് കയറി അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് ഇപ്പോൾ മന്ത്രിയായിട്ടുള്ള റോഷി അഗസ്റ്റിനാണ്. ഒരു തവണ പറഞ്ഞു ജോസ് കെ മാണി പാലായിൽ മത്സരിക്കുമെന്ന്, അപ്പം തന്നെ ജോസ് കെ മാണി തിരുത്തി അത് പാർട്ടി തീരുമാനിക്കുമെന്ന്. വീണ്ടും രണ്ടാം തവണയും പറഞ്ഞു ജോസ് കെ മാണിയാണ് പാലായിൽ മത്സരിക്കുന്നത്, എങ്കിൽ മാത്രമേ അണികൾക്ക് ആത്മവിശ്വാസം കിട്ടുകയുള്ളൂ. അപ്പോൾ ജോസ് കെ മാണിയെ നിർബന്ധപൂർവ്വം പാലായിൽ മത്സരത്തിന് നടക്കുന്നു. ഒരു പക്ഷേ അവിടെ പരാജയപ്പെട്ടാൽ വീണ്ടും ഇടുക്കിയിൽ നിന്ന് റോഷി അഗസ്റ്റിൻ ജയിച്ചു വരികയും കൂടി ചെയ്താൽ പാർട്ടിയുടെ സ്റ്റിയറിംഗ് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് എത്തില്ലേ? കൃത്യമായൊരു ഓപ്പറേഷനാണോ ഇതിന് പിന്നിൽ? കൃത്യമായ ഓപ്പറേഷൻ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. അതുകൂടാതെ അതിനൊരു ആംഗിളുണ്ട്. നമ്മൾ പൊതുവെ അധികാര രാഷ്ട്രീയത്തെ മുൻനിർത്തി ചർച്ച ചെയ്യുമ്പോൾ ഓപ്പറേഷൻ എന്ന് പറയുന്നതിനാണ് കൂടുതൽ പ്രാധാന്യം വരുന്നത്. കാരണം ജോസ് കെ മാണിക്ക് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റി ഇല്ല എന്ന തോന്നൽ പൊതുവെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഒരിക്കലും മാണി സാറിൻ്റെ മരണശേഷമുള്ള ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടില്ലായിരുന്നു. കാരണം കേരളത്തിൻ്റെ പൊതു ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ എല്ലാ സ്ഥലത്തും മരണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ മരണത്തിൽ മരിച്ചു പോയിരിക്കുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ബന്ധുക്കൾ തന്നെയാണ് വിജയിച്ചിട്ടുള്ളത്. ഏറ്റവും അവസാനം എനിക്ക് തോന്നുന്നത് പി.ടി. തോമസിൻ്റെ ഭാര്യ ഉമാ തോമസ് ജയിക്കുന്നത്, അതിന് മുമ്പ് ശബരിനാഥ് ജയിച്ചിരുന്നു. ശബരിനാഥ് നേരത്തെ, അങ്ങനെ നമ്മൾ ഒരുപാട് ആളുകളെ പരിശോധിച്ചാലൊക്കെ നമുക്ക് ആ വിജയം കാണാനായിട്ട് കഴിയും എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അത് ആവർത്തിക്കപ്പെട്ടില്ല എന്നുള്ളത് എന്തുകൊണ്ട് എന്ന് പരിശോധിക്കേണ്ടതാണ് ശരി. പക്ഷെ അത് പരിശോധിക്കപ്പെട്ടോ എന്നുള്ളത് സംശയമാണ്. പൊതുവെ നമുക്കറിയാം ജോസ് കെ മാണിക്ക് ഒരു ആജ്ഞാശക്തി, ഒരു ഡ്രൈവ് കുറച്ച് കുറവുണ്ട് എന്ന് തന്നെ, അങ്ങനെയാണ് പൊതുവെ രാഷ്ട്രീയ ലോകം അദ്ദേഹത്തെ വിലയിരുത്തുന്നത്. അതുകൊണ്ടാണ് പാലയിൽ മൈക്കും പിടിച്ച് നടക്കുന്ന ആളുകൾക്ക് നാട്ടുകാരുടെ വക അഭിപ്രായം അവരെറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആര്? ജോസ് മോനോ? അവൻ ഞങ്ങളുടെ അമൂൽ ബേബിയല്ലേ എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുന്നത് ചിലപ്പോൾ തമാശയ്ക്ക് പറയുന്നതാണെങ്കിൽ പോലും അവസാനം ആ ഇമേജ് ജോസ് കെ മാണിയുടെ മുഖത്ത് പതിഞ്ഞു, ഇതൊരു അമൂൽ ബേബിയാണ് എന്ന് നിലക്ക്. സിനിമയിലേക്ക് അമൂൽ ബേബികൾക്കൊക്കെ പിന്നെയും പ്രാമുഖ്യമുണ്ട്. രാഷ്ട്രീയത്തിൽ കാഞ്ഞ പുള്ളികൾക്കാണ് ശക്തി. കനലുണ്ടോ എന്നാണ് ആളുകൾ അന്വേഷിച്ച് നടക്കുന്നത്. അത് അദ്ദേഹത്തിന് കുറവാണെന്നുള്ള തോന്നലുണ്ടാവുകയും പിന്നീട് ഈ രാഷ്ട്രീയ ക്രമം മുന്നോട്ട് നീങ്ങിയ സമയത്ത് അദ്ദേഹം പരാജയപ്പെട്ടു പോയതുകൊണ്ട് റോഷി അഗസ്റ്റിൻ മന്ത്രിയായതാണ്. അതെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം. ഒരു മന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള സ്വാധീനങ്ങൾ ഉള്ള ഒരു അധികാര കേന്ദ്രമെന്നാണ് ഒരു പാർട്ടിയെ സംബന്ധിച്ചുള്ള നിലനിൽപ്പിന് അത് ആവശ്യമാണ്. അപ്പോൾ അത് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ഈ 5 വർഷക്കാലം റോഷി അഗസ്റ്റിനെ കേന്ദ്രീകരിച്ചാണ് നടന്നിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് കൃത്യമായിട്ട് നിർവഹിക്കാനായിട്ടുള്ള കരുത്തുള്ള ഒരു നേതാവായിട്ട് റോഷി അഗസ്റ്റിൻ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ റോഷി അഗസ്റ്റിൻ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എപ്പിക് സെൻ്ററായിട്ട് മാറിക്കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളും അയാളിലൂടെ ചലിക്കുന്നു. പക്ഷേ പേര് മാത്രം ജോസ് കെ മാണിക്ക്. ഈ ഒരു സാഹചര്യത്തിലാണ് പുതിയ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യങ്ങളെല്ലാം ഉയർന്നു വരികയും പുതിയ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് വന്നുപെട്ട പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടതാണ്. ഇടതുപക്ഷം പരാജയപ്പെടില്ല എന്നായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ വിശ്വാസം. ആ വിശ്വാസം തന്നെയായിരുന്നു ജോസ് കെ മാണിയും പങ്കുവച്ചിരുന്നത്. പക്ഷേ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, പാലാ മുനിസിപ്പാലിറ്റി പോലും ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. അത് ജോസ് കെ മാണിക്ക് വലിയ തരത്തിൽ തിരിച്ചടിയായി മാറുകയാണ് ചെയ്യുന്നത്. ഈ പാലയെ സംബന്ധിച്ചിടത്തോളം കെ എം മാണി ഒരു അധികായനായിരുന്നു. കെ എം മാണിക്ക് അവിടുത്തെ രാഷ്ട്രീയ തന്ത്രങ്ങൾ അറിയായിരുന്നു. LDF UDF മാറി ഭരിച്ചാലും കെ എം മാണിയുടെ തന്ത്രത്തിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുള്ളൂ. ഇപ്പോൾ ഓരോ മാണി കേരള കോൺഗ്രസ് അവിടെ വിഘടിച്ചു പോകുമ്പോഴും ജോസ് കെ മാണി അല്ല പിതാവായ മാണിയായിരുന്നു ഒരു പവർഫുൾ ലീഡർ എന്ന് പറയുന്നത്. പക്ഷേ അതേ ലെവലിലേക്ക് ജോസ് കെ മാണിക്ക് എത്താൻ പറ്റുന്നില്ല. ഇത്തവണ തന്നെ UDF പോകണം മാണി ഗ്രൂപ്പ് എന്ന് ആ ഗ്രൂപ്പിൽപ്പെട്ട കുറേ നേതാക്കളെങ്കിലും ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഒരുപക്ഷെ UDF പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. മുസ്ലിം ലീഗ് സ്വാഗതം ചെയ്തു, കോൺഗ്രസ്
സ്വാഗതം ചെയ്തു. അങ്ങനെ ഒരു വലിയ മീറ്റിംഗ് നടക്കുന്നതിനിടയ്ക്ക് റോഷി അഗസ്റ്റിനും റാന്നിയിലെ MLA പ്രമോദ് നാരായണൻ പറഞ്ഞു ഞങ്ങൾ LDF ഉറച്ചു നിൽക്കുന്നു. അങ്ങനെ പകുതി MLA-മാരെ ഇവിടെ ഇട്ടിട്ട് ജോസ് കെ മാണിക്ക് പോകാനും പറ്റില്ല. ആ തന്ത്രം അവിടെ തന്നെ പാളി. ഇവിടെ ഇപ്പോൾ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഒരു MLA ആയിത്തീരുക, അവിടെ നിന്നൊരു മന്ത്രിസ്ഥാനം നേടിയെടുക്കുക, ഇത് വലിയൊരു ലക്ഷ്യമാണ്. പക്ഷേ ജോസ് കെ മാണി പാലായിൽ തന്നെ മത്സരിച്ച് അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയാൽ ഈ പാർട്ടിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് ഒരുപക്ഷെ റോഷി അഗസ്റ്റിൻ്റെ പേര് ഉയർന്നു കേട്ടേക്കാം. ഇപ്പോൾ റോഷി അഗസ്റ്റിനെ അനുകൂലിക്കുന്ന അണികൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജോസ് കെ മാണി ഒരു ലീഡറാണ്, അദ്ദേഹം അവിടെ മത്സരിച്ച് ജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യട്ടെ, അദ്ദേഹം തൻ്റെ പവർ അവിടെ കാണിക്കണമെന്ന് പറയുന്നു. ഈ പവർ കാണിക്കണമെന്ന് പറയുന്നത് പോസിറ്റീവായിട്ടാണെങ്കിൽ പോലും അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ ലാഭം, ഒരു റോഷി അഗസ്റ്റിന് ഒരു ലീഡറിൻ്റെ ക്വാളിറ്റി ഉണ്ട്, അദ്ദേഹം അത് പ്രകടിപ്പിച്ചു. ജോസ് കെ മാണിക്ക് ഇപ്പോഴും അതില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഈ രണ്ട് വ്യതിയാനങ്ങൾ അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ നിർണായകമല്ലേ? അല്ല, പൊതുവേ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് രാഷ്ട്രീയ നേതൃത്വം എന്ന് പറയുന്നത് ചാണക്യബുദ്ധിയുടെ കേന്ദ്രമായി മാറേണ്ടത് ആവശ്യം. അല്ലെങ്കിൽ മാണിയൊക്കെ അങ്ങനെയായിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ തന്നെ തൻ്റെ കയ്യിലിട്ട് അമ്മാനമാടിയ നേതാവായിരുന്നു മാണി. അതുകൊണ്ട് പാലയിലെ മാണിക്ക് മാത്രമായിരുന്നില്ല മാണി, കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഒരു മാണിക്കുമായിട്ട് പ്രവർത്തിക്കാൻ ചെയ്യുന്നത്. ആ കൗശലവും ആ ചാണക്യ ബുദ്ധിയുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് മുന്നണി രാഷ്ട്രീയത്തിനകത്ത് നിലനിന്ന് പോകാനായിട്ട് കഴിയുള്ളൂ. പക്ഷേ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് ആ കൗശലങ്ങളെല്ലാം മാണി കോൺഗ്രസ് കാണിച്ചു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് കഴിഞ്ഞ തവണ മത്സരിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റ് വാങ്ങിച്ചുകൊണ്ടാണ് അവർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിൽ അവർക്ക് തിരിച്ചടിയേറ്റു. ഇടതുപക്ഷ മുന്നണിക്ക് ഏറ്റ തിരിച്ചടി അവർക്കും ഒരു വശത്തൂടെ അടി കൊണ്ടു എന്നുള്ളതാണ്. ആ അടി കൊണ്ട സമയത്താണ് പതർച്ച ഉണ്ടായത്. പതർച്ച ഉണ്ടാകാൻ പാടില്ല. രാഷ്ട്രീയത്തിൽ ഇങ്ങനെ അടിയൊക്കെ കൊള്ളും ഇടക്കിടക്ക്. അത് തടുക്കാനായിട്ടുള്ള കരുത്താണ് കാണിക്കേണ്ടത്. ആ കരുത്ത് കാണിക്കാത്ത ഒരു സാഹചര്യം വന്നപ്പോഴാണ് അതിനകത്ത് ഒരു നുഴഞ്ഞേറ്റം നടത്താനായിട്ട് UDF കഴിഞ്ഞു. അതിന് UDF ഉടനെ വിസ്മയം വരും എന്ന് പറഞ്ഞ് കേരള കോൺഗ്രസ് ഞങ്ങളുടെ ഒപ്പം എന്ന് പറഞ്ഞ് വാർത്ത ഇറക്കിയ സമയത്താണ് എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ അതിൻ്റെ ഇടപെട്ട് വളരെ കൃത്യമായിട്ട് കരുക്കൾ നീക്കി. ആ കരുക്കൾ നീക്കിയപ്പോൾ ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഷി അഗസ്റ്റിനാണ് എന്ന് ഒരു രീതിയിൽ ആ കാര്യങ്ങൾ മാറ്റം ചെയ്യപ്പെട്ടു. ഇപ്പോൾ റോഷി അതേപോലെ തന്നെ മാണി, നമുക്കറിയാലോ ഈ വികസന മുന്നേറ്റ ജാഥ ആരംഭിക്കുന്ന സമയത്ത് മധ്യമേഖലയുടെ ക്യാപ്റ്റനായിട്ട് പോകേണ്ട ജോസ് കെ മാണി അവിടെ ഇല്ലായിരുന്നു. അവിടെ കേന്ദ്രത്തിനെതിരെ വലിയ സമരം നടത്തിയപ്പോൾ ആ സമരത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല, റോഷി അഗസ്റ്റിൻ ഉണ്ടായിരുന്നു. അപ്പോൾ താൻ എന്തോ വലിയ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പോയിരിക്കുകയാണ് എന്നും മാത്രമല്ല, പിന്നീട് വന്ന് റൂമർ അല്ലെങ്കിൽ കിംവദന്തി എന്ന് പറഞ്ഞാൽ മധ്യമേഖലാ ജാഥയുടെ ക്യാപ്റ്റനായിട്ട് ജോസ് കെ മാണി ഉണ്ടാവില്ലെന്നായിരുന്നു. അതിനെ തിരുത്തിയ ഒരു സമീപനമാണ് റോഷി അഗസ്റ്റിൻ്റെ ഭാഗത്തുണ്ടായത്. കാരണം മാണിയെ വിളിച്ചു, അല്ലെങ്കിൽ ഈ ജോസ് കെ മാണിയെ വിളിച്ചിട്ട് റോഷി അഗസ്റ്റിൻ പറഞ്ഞിട്ടുണ്ട്, UDF ഞങ്ങളില്ല, വേണമെങ്കിൽ ജോസ് കെ മാണിക്ക് പോകാം. ജോസ് കെ മാണിയുടെ കൂടെ പോകാനായിട്ട് 2 MLA-മാരെ ഉണ്ടാവുള്ളൂ, 3 എൻ്റെ കൂടെ ആയിരിക്കും എന്നുള്ളത് ഈ 3 പേരും ജോസ് കെ മാണിയോട് പറഞ്ഞു. അങ്ങനെയാണ് ജോസ് കെ മാണിക്ക് അങ്ങോട്ട് പോകാൻ പറ്റാതെ ആയത് എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ പറയുന്നത്. എന്തായാലും ശരി, ഒരു മേധാവിത്വം ആ സമയത്ത് തന്നെ റോഷി പുലർത്തി. ഇപ്പോൾ അത് വീണ്ടും തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ജോസ് കെ മാണിയുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാം, അദ്ദേഹത്തിന് ഈ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. മാത്രമല്ല പാർട്ടിയാണ് തീരുമാനിക്കുന്നത്, ചെയർമാനാണ്, ഒരു പാർട്ടിയുടെ ചെയർമാനാണ് ആരൊക്കെ എവിടെയൊക്കെ സ്ഥാനാർത്ഥിയാകണം, ചെയർമാൻ എവിടെ മത്സരങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഒടുവിൽ പറയും പാർട്ടിയാണ് തീരുമാനിക്കുന്നതെന്ന് പറയും. ഇവിടെയും റോഷി അഗസ്റ്റിന് എറിഞ്ഞു കൊടുക്കുകയാണ്. കാരണം ജനങ്ങളുടെ മുമ്പിൽ ഒരു വെല്ലുവിളി പോലെ ജോസ് കെ മാണി പാലായിൽ മത്സരിക്കുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ മത്സരിക്കാതെ മറ്റേതെങ്കിലും ഒരു സുരക്ഷിത മണ്ഡലം തേടിപ്പോയാൽ പിന്നീട് എതിരാളികൾ അത് ഒരു വലിയ പ്രചരണായുധമാക്കും. അപ്പോൾ ഒരു കുഴിയിലേക്ക് കൊണ്ട് ചാടിക്കുന്ന റോഷി അഗസ്റ്റിന് കൃത്യമായ അജണ്ടയുണ്ട്. കാരണം KM മാണി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും കൃത്യമായി പാർട്ടിയെ നിയന്ത്രിച്ചുകൊണ്ട് പോകാൻ ജോസ് കെ മാണിക്ക് കഴിയുന്നില്ല എന്ന് നമ്മൾ ഈ കാലയളവിനുള്ളിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ റോഷി അഗസ്റ്റിന് ഒരു മന്ത്രി എന്ന നിലയിൽ മികവ് പുലർത്തുകയും ചെയ്തു. അതുകൊണ്ട് ഇവിടെ ജോസ് കെ മാണി തോൽക്കുകയും ഇടുക്കിയിൽ നിന്ന് 3ാം തവണ റോഷി അഗസ്റ്റിന് വിജയിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ അതാണ് റോഷി അഗസ്റ്റിനെ അനുകൂലിക്കുന്ന അണികളുടെ താല്പര്യമെന്ന് വ്യക്തം അല്ലേ? അല്ല, ഇതിൻ്റെ പോക്കുകൾ അങ്ങനെയൊക്കെ ആകാം. പക്ഷേ ഇതൊക്കെ അങ്ങനെ പോകുള്ളൂ എന്നുള്ളത് പൊളിറ്റിക്കൽ റിയാലിറ്റി മനസ്സിലാക്കുന്ന സമയത്ത് ജോസ് കെ മാണി തിരിച്ചറിയേണ്ടതാണ്. തിരിച്ചറിഞ്ഞ് അതിനുള്ള തന്ത്രങ്ങൾ അയാൾ ആവിഷ്കരിക്കേണ്ട. ഇപ്പോൾ റോഷിയെ പോയി വെട്ടാനൊന്നും പറ്റില്ല. റോഷി മുന്നോട്ട് പോകട്ടെ എന്ന് തീരുമാനിക്കുകയും ഇയാൾക്ക് സുരക്ഷിതമായിട്ടുള്ള പൊസിഷൻ ഏതാണ്, മത്സരിക്കാതിരിക്കുന്നതാണോ മത്സരിക്കുന്നതാണോ,
മത്സരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഉം. കാരണം അദ്ദേഹത്തിന് വീണ്ടും രാജ്യസഭയിലേക്ക് MP ആയിട്ട് തുടരാം. ഉം. മന്ത്രിയാവാൻ പറ്റില്ല എന്നുള്ള പ്രശ്നമല്ല. മന്ത്രി ആവണമെങ്കിൽ അയാൾ വെല്ലുവിളി ഏറ്റെടുക്കണം. പാലയിൽ ഇപ്പോൾ അയാൾ ജയിക്കില്ല എന്ന് പുറത്ത് നോക്കുന്ന ആർക്കും പറയാൻ പറ്റില്ല. കാരണം എന്താണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കാളും തെരഞ്ഞെടുപ്പിൽ ഈ LDF തോറ്റ സാഹചര്യത്തിൽ പോലും പാലയിൽ LDF-നാണ് ഭൂരിപക്ഷം. വലിയ മുന്നേറ്റം ഉണ്ടായി. അല്ല, മുന്നേറ്റമാണല്ലോ ശരിക്കും പറഞ്ഞത്. അതെ. അപ്പോൾ അവിടെ അയാൾ എന്തിനാ നോക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, അയാളോട് തോക്കുന്നത് ജോസ് കെ മാണിക്ക് മാണിയുടെ ഒരു കപ്പാസിറ്റി ഇല്ലാന്ന് ജനങ്ങളുടെ ഒരു തിരിച്ചറിവിൽ നിന്നാണ്. മാണിക്ക് ആ നാട്ടിൽ എത്ര സ്വാധീനമുണ്ട്, ഓരോരുത്തരെയും പേരെടുത്ത് വിളിക്കാൻ പറ്റും. അവിടെ ഒരുപാട് വികസനം നടത്തി. അങ്ങനെ അച്ഛൻ്റെ പേരിൽ വരുന്ന മകനെ ഞങ്ങൾ സ്വീകരിക്കുന്നില്ല, ഒറ്റ കാര്യമുള്ളൂ. അല്ലാതെ ഈ മാണി സി കാപ്പൻ വലിയ നേതാവായിട്ടൊന്നുമല്ല. ഇപ്പോഴും അവിടെ പറയുന്നത് മാണി സി കാപ്പൻ ആ മണ്ഡലത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങളൊന്നും കാഴ്ചവെച്ചില്ല. പക്ഷേ എന്നിട്ടും പാലക്കാർ ജോസ് കെ മാണി കൈ നീട്ടി സ്വീകരിക്കുന്നില്ല എന്നുള്ളിടത്താണ് കാര്യം. അത് ഒരുപക്ഷെ അദ്ദേഹം പ്രവർത്തന മികവിലൂടെ അതിനെ അതിജീവിക്കണം, അല്ലേ? അതാണ് അദ്ദേഹത്തിന് ചെയ്യാനുള്ള കാര്യം. ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിക്കുമെന്ന് കരുതേണ്ടി വരും. അപ്പോൾ ഒറ്റയടിക്ക് റോഷി ജോസ് കെ മാണി വെട്ടി എന്ന് പറഞ്ഞാൽ പോലും തെറ്റു പറയാൻ പറ്റില്ലല്ലോ പാർട്ടി ചെയർമാൻ സ്ഥാനത്ത് നിന്ന്. ഇല്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ പറയുന്ന സാധ്യതകളുടെ കലയാണ്. എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും.